ഈ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ കേരളം ഏറെ ആകാംക്ഷയോടുകൂടി ചർച്ച ചെയ്ത ഒരു ഫലപ്രഖ്യാപനം പാലാ നഗരസഭയിലേതായിരുന്നു. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അടക്കി ഭരിച്ച നഗരസഭയുടെ ഭരണം അവർക്ക് നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 26 അംഗങ്ങളാണ് പാലാ നഗരസഭയിൽ ആകെയുള്ളത്. നിലവിലെ കക്ഷിനില പരിശോധിക്കുമ്പോൾ LDF 12, UDF 10, 4 സ്വതന്ത്രർ എന്നിങ്ങനെയാണ് പുതിയ കൗൺസിലർമാർ വിജയിച്ചു വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ LDFിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 10 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. CPMന് 2 പ്രതിനിധികളുണ്ട്. UDFിലേക്ക് എത്തിയാൽ കോൺഗ്രസിന് 6 അംഗങ്ങളുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 3 അംഗങ്ങളുണ്ട്. മാണി സി കാപ്പൻ MLAയുടെ പാർട്ടിയായ KDPക്ക് ഒരു കൗൺസിലറെ വിജയിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇനി സ്വതന്ത്രരായ 4 പേരെ പരിഗണിക്കുമ്പോൾ അവരിൽ 3 പേരും സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ച പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങളാണ്. പുളിക്കക്കണ്ടം സഹോദരങ്ങളായ ബിജു പുളിക്കക്കണ്ടം, ബിനു പുളിക്കക്കണ്ടം, ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ മകൾ ദിയ പുളിക്കക്കണ്ടം എന്നിവരാണ് അവർ. 4ാമതായി വിജയിച്ച സ്വതന്ത്ര എന്ന് പറയുന്നത് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായ 2020-25 കാലഘട്ടത്തിലെ കൗൺസിലർ കൂടിയായിരുന്ന മായ രാഹുലാണ്. ജനറൽ സീറ്റായ 19ാം വാർഡിൽ നിന്ന് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായ പ്രൊഫസർ സതീഷ് ചൊള്ളാനിയെ 22 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മായ ഇത്തവണയും വിജയിച്ചു കയറിയത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് 4 സ്വതന്ത്രന്മാരെ കൂടി ഒപ്പം നിർത്തിയാൽ സുഗമമായി ഭരണം പിടിക്കാവുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യവും പരമാവധി മുതലെടുക്കണമെന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പാലാ നഗരസഭയിലും ജോസ് കെ മാണി വിഭാഗത്തെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തണം എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി അല്ലെങ്കിൽ സ്വതന്ത്രരായി വിജയിച്ച കൗൺസിലർമാരുമായി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് ചർച്ചകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ സ്വതന്ത്രരായി വിജയിച്ചു വന്നിട്ടുള്ള സ്വതന്ത്ര മുന്നണിയുടെ ഭാഗമായ പുളിക്കക്കണ്ടം സഹോദരങ്ങളും അതുപോലെ തന്നെ വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുലും ഒരുപോലെ ആദ്യ ടേമിൽ തന്നെ ചെയർമാൻ പദവിക്കായി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും 3 പേരുള്ള പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾക്ക് ആദ്യ ടേമിൽ ചെയർമാൻ പദവി വിട്ടു നൽകേണ്ട സാഹചര്യവും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ മായ രാഹുലിനെ സംബന്ധിച്ച് മായയുടെ ഡിമാൻഡുകൾ ആദ്യ 2 വർഷത്തെ ചെയർമാൻ സ്ഥാനം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നതാണ് കൗതുകകരമായ വസ്തുത. ആദ്യ 2 ടേമിലെ ചെയർമാൻ സ്ഥാനത്തിന് പുറമെ പാർട്ടി അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കിയ തൻ്റെ ഭർത്താവ് രാഹുൽ എന്ന കോൺഗ്രസിൻ്റെ മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പദവി നൽകണം എന്ന ഡിമാൻഡും മായ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ കോൺഗ്രസിൻ്റെ ചില ഭാരവാഹികളെ തങ്ങൾക്കെതിരായി നിലപാടെടുത്ത ചിലരെ അവരുടെ പദവികളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ഡിമാൻഡ് പോലും മായ ക്യാമ്പിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ പാർട്ടിയുടെ ആത്മാഭിമാനം പണയം പെടുത്തിക്കൊണ്ട് മായ രാഹുലിന് മുമ്പിൽ മുട്ടുമടക്കേണ്ട എന്ന നിലപാട് കോൺഗ്രസ് കൗൺസിലർമാർക്കിടയിൽ രൂപം കൊണ്ടിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ 6 അംഗങ്ങളിൽ 4 പേർ യോഗം ചേർന്ന് ഇത്തരമൊരു നിലപാട് എടുക്കുകയും അത് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു എന്നാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന സ്വതന്ത്ര മുന്നണിക്ക് ആദ്യ ടേമിൽ അധ്യക്ഷ സ്ഥാനം നൽകുവാൻ കോൺഗ്രസും UDFും നിർബന്ധിതരായേക്കും എന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ മായ രാഹുലിന് ചെയർപേഴ്സൺ പദവി നൽകുന്നതിന് മുൻപായി തന്നെ 6 അംഗങ്ങളുള്ള കോൺഗ്രസിൽ നിന്നൊരാൾ അതിനു മുൻപായി ഈ പദവിയിലേക്ക് എത്തണം എന്ന നിബന്ധനയിലായിരിക്കും കോൺഗ്രസ് വൃത്തങ്ങൾ കൂടുതൽ മസിൽ പിടിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാടായിരിക്കും ഇവിടെ നിർണായകമാകുക. കാരണം കോൺഗ്രസിൻ്റെ അംഗങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുന്ന വിപ്പ് ലംഘിക്കുവാൻ കഴിയുകയില്ല എന്നതാണ് വസ്തുത. എന്നാൽ മായയെ സംബന്ധിച്ച് അത്തരമൊരു കെട്ടുപാട് അവർക്കില്ല. ഇതും കോൺഗ്രസ് അംഗങ്ങൾ മായയ്ക്ക് മുമ്പായി തങ്ങൾക്ക് അധ്യക്ഷ സ്ഥാനം ലഭിക്കുന്നതിന് ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നതും വസ്തുതയാണ്. കാരണം കോൺഗ്രസ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മായ രാഹുൽ തനിക്ക് കിട്ടേണ്ട അവസരം കിട്ടിയതിന് ശേഷം വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ തങ്ങൾക്കത് വലിയ തിരിച്ചടിയും നാണക്കേടുമാകുമെന്ന വിലയിരുത്തലിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. ഇതിനു മുമ്പും മായയുടെ ഭാഗത്തു നിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് അവർ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. മായ ഇതിനു മുമ്പ് കാലുമാറിയിട്ടുണ്ട് എന്നല്ല ഇതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് 2020 തെരഞ്ഞെടുപ്പ് കാലത്ത് 19ാം വാർഡ് ജനറലാകുമ്പോൾ അവകാശവാദം ഉന്നയിക്കില്ല എന്ന നിലപാട് അവർ ഒരു എഗ്രിമെൻ്റായി DCC നേതൃത്വത്തിന് അന്ന് തന്നെ കൈമാറിയിരുന്നതാണ്. അത് ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും അവർ വിമതയായി മത്സരരംഗത്ത് ഇറങ്ങിയത്. അതുപോലെ തന്നെ വിജയിച്ചാൽ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന നിലപാടിലൂന്നിയാണ് അവർ UDFന് വലിയ മേൽക്കൈയുള്ള വാർഡിൽ വോട്ടർമാരെ സമീപിച്ചിരുന്നത്. എന്നാൽ അധികാരം എത്തിയ സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ
തനിക്ക് കിട്ടിയ അവസരം പരമാവധി വിനിയോഗിച്ച് വിലപേശൽ നടത്തുവാനും അവർ ശ്രമിക്കുന്നുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിജയിച്ചിട്ടുള്ള കൗൺസിലർമാരും പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗവും മായയുടെ നീക്കങ്ങളെ ഇപ്പോഴും സംശയത്തോടുകൂടി നോക്കിക്കാണുന്നത്. ഏതൊക്കെയാണെങ്കിലും മായാ രാഹുലും സ്വതന്ത്ര മുന്നണിയുമായിട്ടുള്ള ചർച്ചകൾ വിജയകരമായും ശുഭകരമായും പര്യവസാനിപ്പിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് കോട്ടയം ജില്ലയിലെ 6 നഗരസഭകളിലും തങ്ങൾ ഭരണം ഉറപ്പിക്കുമെന്ന പ്രസ്താവന ഇന്ന് DCC അധ്യക്ഷൻ നാട്ടകം സുരേഷിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. പാലാ നഗരസഭയിൽ കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായി എന്നും അദ്ദേഹം 24 ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി. പിന്നീട് മറ്റു മാധ്യമങ്ങളിലും ഇതേ പ്രതികരണം തന്നെ നാട്ടകം സുരേഷ് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ അഭൂതപൂർവമായ വിജയമാണ് UDFന് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിനൊരു പടി മുകളിൽ നിൽക്കുന്ന വിജയമാണ് കോട്ടയം ജില്ലയിലെ പാലാ നിയോജക മണ്ഡലത്തിൽ UDFന് ഉണ്ടായിട്ടുള്ളത് എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ്. പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് 13 തദ്ദേശ സ്ഥാപനങ്ങളാണ്. ഇതിൽ ഏറെക്കുറെ 9 അധികാരമുറപ്പിക്കുവാൻ UDFന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. 7 UDFന് ഒറ്റയ്ക്ക് തന്നെ അധികാരമുറപ്പിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം അവിടങ്ങളിലെല്ലാം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി UDF തന്നെയാണ്. എന്നാൽ പാലാ നഗരസഭയിലും ഭരണങ്ങാനം പഞ്ചായത്തിലും കാര്യങ്ങൾ ഒപ്പത്തിനൊപ്പം എന്ന നിലയിലാണ്. അതിനാൽ തന്നെ സ്വതന്ത്രരുടെ പിന്തുണ ഇവിടെ അനിവാര്യമാണ്. അതുണ്ടായില്ലെങ്കിൽ ഈ രണ്ടിടത്തും ടോസിലൂടെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. അതിനാൽ തന്നെയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരമാവധി മുതലെടുത്തുകൊണ്ട് പാലാ നഗരസഭയിലും ഭരണങ്ങാനം പഞ്ചായത്തിലും അധികാരം ഉറപ്പിക്കുവാനുള്ള കരുനീക്കങ്ങളുമായി UDF മുന്നോട്ട് പോകുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യം കൂടി UDFൻ്റെ ഇത്തരം വിട്ടുവീഴ്ചകൾക്ക് പിന്നിലുണ്ട് എന്ന വസ്തുതയും നാം കണക്കിലെടുക്കേണ്ടതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിലെ 9 തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ജോസ് കെ മാണി ഒരിക്കൽ കൂടി ഇടതുമുന്നണിയുടെ പ്രതിനിധിയായി പാലായിൽ മത്സരിക്കാൻ ഇറങ്ങില്ല എന്ന വിലയിരുത്തലും UDF ക്യാമ്പിന് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയോജകമണ്ഡലത്തിലെ 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ 7 വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജോസ് കെ മാണി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഇറങ്ങിയത്. എന്നാൽ സംസ്ഥാനത്തെമ്പാടും ഇടതു തരംഗം ആഞ്ഞുവീശിയ ആ തെരഞ്ഞെടുപ്പിൽ പോലും തൊട്ട് തലേ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ആധിപത്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുലർത്തിയിട്ട് പോലും ജോസ് കെ മാണി 15,000-ലധികം വോട്ടുകൾക്കാണ് അന്ന് പരാജയപ്പെട്ടു പോയത്. അതിനാൽ തന്നെ അത്തരം ഒരു അനുകൂല സാഹചര്യത്തിൽ പരാജയപ്പെട്ട ജോസ് കെ മാണി ഇത്രയും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഭാഗ്യ പരീക്ഷണത്തിന് ഒരുങ്ങില്ല എന്ന വിലയിരുത്തൽ UDF ക്യാമ്പിന് മാത്രമല്ല പൊതുവിൽ രാഷ്ട്രീയം അവലോകനം ചെയ്യുന്ന ആളുകൾക്കിടയിൽ തന്നെ ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം 2030 വരെ അദ്ദേഹത്തിന് രാജ്യസഭാ കാലാവധി അവശേഷിക്കുന്നുണ്ട് എന്ന വസ്തുത കൂടി കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹം മത്സരരംഗത്ത് ഇറങ്ങുവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ കഴിയുന്നത്. ജോസ് കെ മാണിയുടെ അഭാവത്തിൽ ആര് പാലായിൽ മത്സരത്തിനിറങ്ങുമെന്ന ചോദ്യങ്ങളും ഇപ്പോൾ സജീവമാകുന്നുണ്ട്. ജോസ് കെ മാണി മത്സരിക്കാൻ ഇറങ്ങില്ല എങ്കിൽ മത്സരിക്കും എന്ന് പറയപ്പെട്ട് കേട്ടിരുന്ന 2 പേരുകാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ മുൻ അംഗമായിരുന്ന രാജേഷ് വാളിപ്ലാക്കൻ ബ്ലോക്ക് സീറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന ജോസ് കെ മാണിയുടെ വിശ്വസ്തനായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കണ്ടനാടനും ബ്ലോക്ക് സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ഈ 2 പേരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റവരായതിനാൽ തന്നെ ഇവരെ ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയാൽ നോമിനേഷൻ കൊടുക്കുമ്പോഴേ പരാജയം ഉറപ്പിക്കാമെന്നാണ് കേരള കോൺഗ്രസ് അണികൾ തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. അതിനാൽ 2 പേരുകളിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ എത്തി നിൽക്കുന്നത്. അതിൽ ഒന്നാമത്തെ പേര് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കോട്ടയം ജില്ലാ അധ്യക്ഷനായ പ്രൊഫസർ ലോപ്പസ് മാത്യു ആണ്. രണ്ടാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് രാമപുരം പഞ്ചായത്തിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള രാമപുരം പഞ്ചായത്തിൽ പ്രതിപക്ഷ നേതാവാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന ബൈജു പുതിയടത്ത് ചാലിലാണ്. ബൈജു പുതിയടത്ത് ചാലിൽ 2020-25 കാലഘട്ടത്തിൽ ഒരു ടേമിൽ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. ദീർഘകാലം രാമപുരം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവിയും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ജോസ് കെ മാണിക്ക് അത്ര അഭിമതനല്ല എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിഗണിക്കുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെ അഭാവത്തിൽ കരിങ്ങോഴയ്ക്കൽ കുടുംബത്തിലെ ഒരു കുടുംബാംഗത്തിൻ്റെ മത്സരരംഗത്തുള്ള അഭാവത്തിൽ മത്സരിക്കുവാനിറങ്ങുക ലോപ്പസ് മാത്യു എന്ന കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് പാലാ നഗരസഭയിലെ ഉദ്വേഗജനകമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.